അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വാഹനമൊന്നും ക്ലച്ചിന്റെ ആവശ്യം വരുന്നില്ല, ന്യൂട്രൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ക്ലച്ച് ചവിട്ടിയാലും ന്യൂട്രാണ്, ക്ലച്ച് ചവിട്ടാതെ ന്യൂട്രൽ ആക്കിയാലും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതായത് ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്കൊരു വാഹനത്തിൽ കയറി ഒരു വാഹനം എടുക്കുവാനും ഓടിക്കുവാനും കൃത്യമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചോളൂ. അത്ര ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം, ഗിയർ എങ്ങനെ ഉപയോഗിക്കണം, സ്റ്റിയറിംഗ് എങ്ങനെ ഉപയോഗിക്കണം, ആക്സിലേറ്റർ എങ്ങനെ ഉപയോഗിക്കണം, ബ്രേക്കും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയ കാര്യം ഈ ഒരു വീഡിയോയുടെ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ചില ലെങ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് കണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മളൊരു വാഹനത്തിൽ കയറി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ക്രമമായിട്ട് ചെയ്ത് ഞാൻ ഓടിച്ച് ഓരോ ഗിയർ ഇടുന്നതും ക്ലച്ച് ഇടുന്നതും ബ്രേക്ക് ഇടുന്നതും സ്റ്റിയറിംഗ് ഇരിക്കുന്നതും എല്ലാം ക്രമമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളൊരു വാഹനത്തിലേക്ക് ആദ്യമേ കയറി ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നു, സ്റ്റിയറിംഗിലേക്ക് കൈ പിടിക്കുന്നു, എന്നിട്ട് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്തോ ഇത് നമുക്ക് കറക്റ്റായിട്ട് എത്തണമെന്നില്ല. അതുപോലെ തന്നെ പല ഈ ഒരു രീതിയിലൊക്കെ എന്നിട്ട് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നോക്കും, അങ്ങനെ സ്റ്റിയറിംഗ് കൈയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ കറക്റ്റായിട്ട് എത്തുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ വണ്ടി ഓടിക്കും നമുക്ക് സ്റ്റിയറിംഗിലും ബ്രേക്കിലും കാലുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു വാഹനം സ്മൂത്ത് ആയിട്ട് നിർത്താനും ഓടിക്കാനും കഴിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ കൈയും കാലും കൃത്യമായിട്ട് ഇവിടെ വെച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇത് കണ്ട ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിലേക്ക് പോയെന്ന് പറഞ്ഞാൽ കൈയുണ്ട്, പക്ഷെ വാഹനം ഓടിക്കുന്ന കൃത്യമായിട്ട് എത്തണമെന്നില്ല. അതുപോലെ തന്നെ ഇത് ബാക്കിലേക്ക് പോയെന്ന് പറഞ്ഞാലും നമുക്ക് ബ്രേക്കിൽ കാലുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിലേക്ക് എവിടെ അറിയത്തുള്ളൂ നമുക്ക് സീറ്റ് നീങ്ങണോ അതെങ്കിൽ ഇത്രയും മതിയോ എന്നുള്ളത്. കാരണം കൈ വിട്ടാൽ നമുക്ക് അറിയത്തില്ല ഇത് കറക്റ്റ് ആണോ ഇല്ല ആയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നും, വരാനുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ കൈ വരുമ്പോൾ മനസ്സിലാവും ഇത് മുൻപോട്ട് വരാനുണ്ടെന്ന്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, മുൻപോട്ട് പോയാലും നമ്മൾ അറിയുന്നില്ല, കാല് മാത്രം ഇരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇത് മുൻപോട്ട് കയറിപ്പോയെന്നുള്ളത്. പക്ഷെ കൈ വരുമ്പോൾ മനസ്സിലാകും ഇത് കയറിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. കേട്ടാ, അപ്പൊ ഈ ഒരു രീതിയിൽ നിന്നാൽ കാരണം ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് വേണമെങ്കിൽ നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ചാര് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഇവിടെ കൊണ്ട് കേട്ടാ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പിൽ നിങ്ങൾ ഇങ്ങനെ മേലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കണം. പലരും ഈ പകുതി മാത്രം പിടിക്കും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വെക്കുക. അപ്പം ആ ഒരു സ്പ്രിങ്ങിൽ അടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കും. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ചാര് അഡ്ജസ്റ്റ് ആണോന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പിൽ മുകളിലേക്ക് പിടിച്ചോണ്ട് ഇത് കണ്ടല്ലോ നമ്മൾ എങ്ങനെ ചാര് നമ്മുടെ ഏണിന്റെ ഭാഗം ചെറുതായിട്ട് നമ്മൾ ചാരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് ആ ചാരി ഇതേപോലെ കടന്ന് ഓടി നമുക്ക് എത്രയും വേണേലും കറക്റ്റായിട്ട് എത്രയും വേണേലും ഓടി വരും. അത് നമ്മൾ ഈ ചാര് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈ വിട്ടിട്ട് ചെയ്യരുത്. കാരണം നമുക്ക് കൃത്യമായിട്ട് എത്ര വേണമെന്ന് അറിയത്തില്ല. കണ്ട എത്രയും കയറി വരണമെന്നോ വല്ല പോകണമെന്നോ അറിയത്തില്ല. പക്ഷെ കൈ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കൃത്യമായിട്ട് എത്രയും വേണമെന്നുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗിൽ കൈയും വെച്ചിട്ട് വേണം ചെയ്യാൻ നിങ്ങൾ ഈ ഒരു സീറ്റിന്റെ ചാര് അഡ്ജസ്റ്റ് ചെയ്യാൻ. ആ സീറ്റ് ചാരും അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ക്ലച്ച് ചവിട്ടുക. പലരും ആദ്യം കയറിയിരിക്കുന്ന ഈ ക്ലച്ച് ചവിട്ടി ഇങ്ങനെ നിൽക്കും. കാരണം നമുക്ക് ഈ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ വണ്ടിക്കും ഹാൻഡ് ബ്രേക്ക് ഒരുപോലെ ആകണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എപ്പോഴും നിരപ്പ് തന്നെ കിടക്കണമെന്നില്ല. 4 സൈഡിലും വീലുകൾ ഉരുണ്ട് കിടക്കും. ആയതുകൊണ്ട് ക്ലച്ചാണ് ആദ്യം ചവിട്ടുന്നത്. എന്ത് സംഭവിക്കും, വണ്ടി ഉരുളാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ഉരുളുന്ന സമയത്തൊക്കെ നമുക്ക് പേടി കാരണമാണ് നിങ്ങൾ വാഹനത്തിലേക്ക് കയറാത്തത്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളാണ് വണ്ടിയെ കൊല്ലുന്നത്, നമ്മളെ വണ്ടിയെ കൊല്ലുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെച്ചിട്ടാണ് എല്ലാ പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ക്ലച്ച് ചവിട്ടി. എന്തിനു വേണ്ടിയിട്ടാ, ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട്. ക്ലച്ച് ചവിട്ടിയാലേ എന്താ ആകത്തുള്ളൂ, ന്യൂട്രൽ ആകത്തുള്ളൂ. കാരണം നമുക്ക് ക്ലച്ച് ചവിട്ടാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂട്രൽ ആകാൻ പാടുവരും ചില വാഹനത്തിന്. അപ്പൊ നമുക്ക് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് വേണം ചെയ്യാൻ ന്യൂട്രൽ ആക്കാൻ. അവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ ന്യൂട്രൽ ആണോ നോക്കാൻ. അല്ല നിങ്ങൾ ഇങ്ങനെ നോക്കരുത്. വേണ്ട, അതാണ് നമുക്ക് എല്ലായിടത്തും ന്യൂട്രൽ ആയിട്ട് തോന്നും. ഇത് കണ്ടില്ലേ, അപ്പൊ നമുക്ക് ന്യൂട്രൽ ആക്കണം. നിങ്ങൾ എങ്ങോട്ടേലും ഒന്ന് ഏതെങ്കിലും സൈഡോട്ട് ആക്കി കൊടുക്കുക. അറ്റത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാകും ഒരു ഗിയർ ആണ്. ഒന്ന് തട്ടി എന്താകും, ന്യൂട്രൽ ആകും. അതേപോലെ ഇങ്ങനെ അറ്റത്ത് വന്നാൽ എന്താകും, ഗിയർ ആണ്. അപ്പൊ നമുക്ക് ഒന്ന് കാട്ടി എന്താകും, ന്യൂട്രൽ ആകും. അപ്പൊ ന്യൂട്രൽ ആണെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം
പിന്നെ ചില വാഹനങ്ങൾ ക്ലച്ചോടെ ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പൊ എല്ലാ വാഹനവും വേണ്ട, ചില വാഹനങ്ങൾ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വാഹനമൊന്നും ക്ലച്ചിന്റെ ആവശ്യം വരുന്നില്ല, ന്യൂട്രൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ക്ലച്ച് ചവിട്ടിയാലും ന്യൂട്രാണ്, ക്ലച്ച് ചവിട്ടാതെ ന്യൂട്രൽ ആക്കിയാലും ന്യൂട്രാണ്. ഇപ്പൊ ഇത് ന്യൂട്രൽ ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ക്ലച്ച് ഒന്ന് കാല് മാറ്റാം. ഇതുണ്ട്, ഞാൻ മാറ്റി ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ചാവി ഇടുന്നു. നമ്മളിങ്ങനെ എന്ത് ചെയ്യരുത്, ഈ ചാവി ഇടുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ നിങ്ങൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പൊ ഒന്ന് തിരിക്കുന്നത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ലോക്കാണ്. ഈ ലോക്ക് അഴിക്കുക. ഇത് കണ്ടോ, നമുക്ക് ഞാനിപ്പോ ഈ താക്കോൽ ഉരുട്ട് എങ്ങനെ വെച്ചു കേട്ടോ, ഇതിപ്പോ ലോക്കാണ്. അപ്പൊ ഈ ലോക്ക് അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ടല്ലോ, നമ്മൾ എങ്ങോട്ടില്ല ഒന്ന് ഇങ്ങനെ നനക്കി കൊടുക്കുക. എന്നാലും എന്തെത്തുള്ളൂ, ഈ ലോക്ക് നമുക്ക് തിരിഞ്ഞു കിട്ടത്തുള്ളൂ. കണ്ടോ, ഒന്ന് സ്റ്റിയറിംഗിന്റെ ലോക്ക് അഴിഞ്ഞു. വീണ്ടും ഒന്നുകൂടെ തിരിച്ചപ്പോൾ മീറ്റർ കൺസോളിനകത്ത് ലൈറ്റുകൾ വരും. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല, മീറ്റർ കൺസോൾ ലൈറ്റുകൾ. അപ്പൊ 1-2 ലൈറ്റുകളൊക്കെ കെടും. നമുക്ക് ഈ സൈലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എർത്ത് സൗണ്ട്, മൂളക്കൊക്കെ കേൾക്കും. ആ സൗണ്ട് നിന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ തിരിക്കുക. വാഹനം സ്റ്റാർട്ട് ചെയ്യും. ഇത്രയുള്ളൊരു വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. പക്ഷെ 10,000, 13,000, 15,000 രൂപ മുടക്കിയിട്ട് സ്വന്തം വീട്ടിലൊരു വാഹനം കിടന്നിട്ട് ആ വാഹനത്തിൽ കയറിയിരുന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടിയുള്ള ഒരു 90% ആൾക്കാർ, ഈ വീഡിയോ കാണാൻ 90% ആൾക്കാർക്ക് ആ വീട്ടിൽ കിടക്കുന്ന വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ പേടി, ഈ സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടി. 13,000, 15,000 മുടക്കി പഠിച്ചതാണെന്ന് പറയും. പക്ഷെ ഈ പഠിച്ചാൽ എന്തുകൊണ്ട് ഒരു വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടി. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വരെയുള്ള കാര്യങ്ങൾ. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 2 സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മിറർ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കാൽഭാഗം, ബോഡി ഒരു കാൽഭാഗമേ നമുക്ക് കാണാവൂ, 3/4 ഭാഗം നമുക്ക് വ്യൂ ആയിരിക്കും കാണേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഈ റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സെന്ററിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു മിററിലെ ആ ഒരു ബാക്കിലെ കവർ ഫുള്ളായിട്ട് ഇതിനകത്ത് കാണണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ബാക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയത്തുള്ളൂ. ഇതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടാം. അല്ലാതെ നിങ്ങൾ ആദ്യമേ കയറി എന്ത് ചെയ്യരുത്, സീറ്റ് ബെൽറ്റ് ഇടരുത്. കാരണം നമ്മൾ ആദ്യമേ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, ഫുൾ ഓപ്ഷൻ വണ്ടി. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് പറയുവാണ്. അതായത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഉപയോഗിച്ചുള്ളൂ. അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യവും ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ചോദിച്ചാൽ പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണി ഇല്ല. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിന്റെ അടുത്ത് തന്നെ എന്തുണ്ട്, നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് ആകെ ഒരു സ്കൂട്ടി ആണെങ്കിലും, ബസ് ആണെങ്കിലും, ലോറി ആയാലും, ട്രക്ക് ആയാലും, ട്രെയിലർ ആയാലും എല്ലാ വാഹനത്തിലും കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണിയേ ഉള്ളൂ. എന്താ, മിറർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പിന്നെ നമുക്ക് കൈ നീക്കിക്കൊണ്ട് പോകാൻ പ്രശ്നം വരുന്നില്ല. അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് ബെൽറ്റ് ഇടാം. അതല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ സീറ്റ് ബെൽറ്റ് അല്ല, നമുക്കൊരു വണ്ടിയെ കയറി എടുക്കുന്നതിനും വരെ നമുക്ക് സീറ്റ് ബെൽറ്റ് അല്ല അവിടെ ആവശ്യം. കാരണം ഇപ്പോഴത്തെ വണ്ടികൾ അങ്ങോട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കും. ആ സമയത്ത് വേണേലും എന്ത് ചെയ്യാം, നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം. അല്ല, നമ്മൾ ആദ്യമേ സീറ്റ് ബെൽറ്റിലല്ല അവിടെ കാര്യം ഇരിക്കുന്നത്. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടു, അതിനുശേഷം ക്ലച്ച് ചവിട്ടുന്നു. വീണ്ടും എന്തിനാ ക്ലച്ച് ചവിട്ടുന്നത്, ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഏത് ഗിയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. ക്ലച്ച് നമ്മൾ ചവിട്ടാൻ എന്ത് ചെയ്യരുത്, ഗിയർ ഇടരുത്. നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഒരു കാര്യം, സ്റ്റിയറിംഗ് എന്തിനൊക്കെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഗിയർ എന്തിനൊക്കെ ഉപയോഗിക്കണം, ക്ലച്ച് എന്തിനാ ഉപയോഗിക്കണം, ബ്രേക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആക്സിലേറ്റർ എന്തിനാ, സ്റ്റിയറിംഗിന്റെ പ്രയോജനം എന്തൊക്കെയാണ്, ഗിയറിന്റെ ഉപയോഗം എന്തൊക്കെയുണ്ട്, ഡ്രൈവിംഗിന് എന്തൊക്കെയുണ്ട്, ബ്രേക്കിന്റെ ഉപയോഗം എന്തൊക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ കറി വെക്കാനൊന്നും പഠിക്കേണ്ട, കറിക്കകത്ത് ഇടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ തന്നെ. നമ്മൾ ഒരു പ്രാവശ്യം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒത്തില്ലെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം വെച്ചുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. കാരണം നമുക്ക് ഒരു വണ്ടി സ്ലോ ചെയ്യണം, ഇന്നടത്തിലാണ് കിടക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം കൃത്യമായിട്ട് പെട്ടെന്ന് കാല് ചെന്നില്ലെങ്കിലും അവിടെ തന്നെ നമ്മൾ കാല് വീണ്ടും നമുക്ക് കാല് അവിടെ തന്നെ ചെല്ലത്തുള്ളൂ. അതായത് നമ്മൾ വണ്ടി നിർത്തണം, സ്റ്റിയറിംഗിൽ നമ്മുടെ കൈ ചെല്ലത്തില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇന്നടത്ത് ഇന്ന സാധനങ്ങൾ കിടക്കും, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. കാരണം നമ്മൾ എപ്പോഴും ഒരു വണ്ടി കിടക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഗിയർ തന്നെ എടുക്കണം, നിന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കണം, എന്ത് ചെയ്യണം, എടുക്കാം. അല്ല, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ കിടക്കുന്ന ഒരു വാഹനത്തിന് നിങ്ങൾ ഈ ചിലരുണ്ടല്ലോ, ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റിൽ നിന്നല്ലാതെ സെക്കൻഡിന് തേളിലൊക്കെ ആയിരിക്കും. അപ്പൊ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തും. അതായത് ഒരു വണ്ടിയുടെ ബാക്കി കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ അവർ ഗിയർ മാറാൻ മറന്നുപോകും. അപ്പൊ നിന്ന് വണ്ടി, അപ്പൊ നിൽക്കുന്ന ഒരു വണ്ടി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഗിയർ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുക. ആ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക്, കാരണം പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് മാറ്റുക എന്നുള്ളത്. ഹാൻഡ് ബ്രേക്ക് മാറ്റി കണ്ടാ, ഹാൻഡ് ബ്രേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ പ്രസ് ചെയ്യുക, ഒറ്റ പൊക്ക് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടും. നമുക്ക് കൃത്യമായിട്ട് താത്ത് വെക്കാം. വേണ്ട, ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടാ,
ഹാൻഡ് ബ്രേക്ക്. ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, പതിയെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കണം. പതിയെ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കാം. അല്ല നമ്മൾ പെട്ടെന്ന് എടുത്ത് മാറ്റണ്ട. കാരണം ചിലപ്പോൾ നിരപ്പായിരിക്കും, ചിലപ്പോൾ കയറ്റമായിരിക്കും, സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് മാറ്റാൻ സംഭവിക്കും, ചിലപ്പോൾ ബാഗിലേക്കൊക്കെ ഉരുളാം. അപ്പൊ നമ്മൾ പതിയെ എടുത്ത് നോക്കണം. ഈ പതിയെ എടുത്ത് നോക്കാം ബാഗിലേക്ക് ഉരുളുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടായിരിക്കും. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ബാഗിലേക്ക് ഉരുളാനുള്ള കാരണം അതൊരു ചെറിയൊരു സ്ലോപ്പ് കയറ്റമായോണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും ബ്രേക്ക് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. അതേ സമയത്ത് നമുക്ക് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കുക. ഇപ്പൊ കണ്ടില്ലേ, എങ്ങോട്ടും പോകുന്നില്ല, നിരപ്പത്ത് കിടക്കുക വണ്ടി. അപ്പൊ നമുക്കറിയാൻ മനസ്സിലാകും നിരപ്പത്താണ്. അപ്പൊ നമ്മൾ അവിടെ ആക്സിഡന്റ് ആവശ്യം വരുന്നില്ല. ഇപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആക്സിഡന്റ് ആവശ്യം വരുന്നില്ല. ക്ലച്ചിൽ നിന്ന് ചെയ്യാം ഇതേപോലെ മെല്ലെ എടുത്ത് നോക്കുക. അത് കണ്ട, നിങ്ങൾ മുകളിലേക്ക് എടുത്തോണ്ട് പോകരുത്. ഇങ്ങനെ മുകളിലേക്ക് പെട്ടെന്ന് എടുത്താൽ സംഭവിക്കും, ഇങ്ങനെ തെറിച്ചങ്ങ് പോവുകയും ചെയ്യും, വണ്ടി ചിലപ്പം ഓഫ് ആയി പോകും. അപ്പൊ നിങ്ങളെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്നും പെട്ടെന്ന് സ്പീഡിൽ മുകളിലേക്ക് പോകരുത്. അപ്പൊ നമുക്ക് വണ്ടി എങ്ങോട്ടും പോകുന്നില്ല. കണ്ടില്ലേ, ബ്രേക്ക് ഒന്ന് മാറ്റിയിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കാല് ഇങ്ങനെ വെക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ റൈറ്റ് കാല് ഇങ്ങനെ താഴെ പ്ലാറ്റ്ഫോമിൽ വെക്കരുത്. കാരണം ഈ റൈറ്റ് കാല് പ്ലാറ്റ്ഫോമിൽ വെച്ച് നമുക്ക് ഈ ഒരു റൈറ്റ് കാലം കൊണ്ട് വേണം ബ്രേക്ക് മാസ്റ്ററായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബ്രേക്കിൽ നിന്ന് മാറ്റുന്നത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാനും അതുപോലെ തന്നെ ആക്സിലേറ്റർ മരുന്ന് ബ്രേക്ക് ചവിട്ടാനുമാണ്. അപ്പൊ നമ്മുടെ കാലുകൾ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് വണ്ടി നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് മാറിയിട്ട് ആക്സിലേറ്റർ കൊടുക്കാനും ആക്സിലേറ്റർ മാറിയിട്ട് ബ്രേക്ക് വരാനും കാല് വരത്തുള്ളൂ. അതേ സമയത്ത് നമ്മൾ കാലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിർത്തണം. എവിടെയാണ് നമ്മൾ തപ്പേണ്ടി വരും. കാരണം കാലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എവിടെ കൊണ്ട് വെക്കണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതുപോലെ നമുക്ക് ഒരു ആക്സിലേറ്ററിന്റെ ആവശ്യം വരുന്നുണ്ട്, വണ്ടി ഇച്ചിരി സ്പീഡ് കൂട്ടണം. അപ്പൊ എവിടെയാണ് നമ്മൾ തപ്പേണ്ടി വരും. അപ്പൊ നമ്മുടെ കാലിങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ കൊണ്ട് വെക്കണമെന്ന് അറിയാതെ വരും. അപ്പൊ നമ്മുടെ കാല് ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് ഇപ്പോൾ ഒരു ആക്സിലേറ്ററിന്റെ ആവശ്യം ഉണ്ടെന്നും കാരണം ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്നും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം വലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ആക്സിലേറ്ററും ഇടത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്കും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമ്മുടെ കാലുകൾ ഇങ്ങനെ ഇരിക്കണം. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വെച്ചിൽ നിന്നാണ് ആക്സിലേറ്ററിന്റെ അവർ വണ്ടി എടുക്കുമ്പോൾ ആക്സിലേറ്ററിന്റെ ആവശ്യം വരുന്നില്ലെന്നും അതുപോലെ തന്നെ ക്ലച്ചിൽ നിങ്ങൾ ഒരുപാട് എടുക്കേണ്ടത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് കണ്ടില്ലേ, ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാം, എല്ലാ കാലെടുക്കുക. കണ്ട, അപ്പൊ നമുക്കൊരു ഉരുളിച്ച കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മുകളിലേക്ക് കാലെടുക്കുക. കണ്ടില്ല, വണ്ടി ഉരുളുന്നുണ്ട്, നമുക്ക് ഇതിന്റെ ആവശ്യമാണ്. കാരണം സ്പേസ് കുറഞ്ഞ സ്ഥലം, നമ്മുടെ വീടിന്റെ മുറ്റത്തായാലും കാർപോറേജിലായാലും നമുക്കവിടെ സ്പേസ് കുറവാണ്. അപ്പൊ നമുക്ക് എടുത്തോട്ട് പോകണം. നമുക്ക് സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് മാത്രം മുകളിലേക്ക് എടുത്താൽ മതി. കണ്ട, നിങ്ങൾ മുകളിലേക്ക് പോവുകയും ചെയ്യും, ഒരു അനക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ വണ്ടി ഉരുണ്ട് ഇതുപോലെ നമുക്ക് തരും. ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം ഒരു വണ്ടി എടുക്കുക. അപ്പൊ വണ്ടി നിർത്തുന്ന സമയത്തോ ക്ലച്ച് ആദ്യം ചവിട്ടുക, പതിയെ ബ്രേക്ക് വെക്കുക. കണ്ട, കൃത്യമായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഇനി ഞാൻ ഓടിച്ച് ഞാൻ കാണിച്ചു തരാം, ഓരോന്ന് എന്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ബാക്കിയുടെ കാര്യങ്ങൾ കാണിക്കാം. ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പോകുന്നു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. ഞാൻ ഗിയറൊക്കെ അത് തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ പതുക്കെ കൊണ്ട് ഇറങ്ങി എടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ വഴിയുണ്ട് ഇവിടെ വഴിയുണ്ട്, വണ്ടി ഇല്ലാന്ന് കണ്ടു. അപ്പം വേറെ ഒന്നും വണ്ടി ചെയ്യാനില്ല. പതിയെ നമ്മുടെ വണ്ടി ഇല്ലാന്ന് നോക്കിയിട്ട് ബ്രേക്ക് ഒന്ന് മാറ്റിയിട്ട് ക്ലച്ച് മെല്ലെ എടുക്കുകയാണ്. ക്ലച്ച് മെല്ലെ അങ്ങോട്ട് എടുക്കുക. അപ്പം നമുക്ക് എടുത്തോണ്ട് ഒരുപാട് നമ്മൾ ആ റോഡിൽ നമ്മൾ നേരെ ആകണം വരെ ക്ലച്ചിൽ എന്ത് ചെയ്യരുത്, ഒരുപാട് എടുത്തോണ്ട് പോകരുത്. നമുക്ക് കറക്റ്റ് കയ്യിലായി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ട് പോകുന്നില്ല, നേരെ ആക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുക്കാവും. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ നേരെ ആകാൻ വേണ്ടി എന്ത് ചെയ്യണം, പെട്ടെന്ന് ഗിയർ മാറരുത്. ഇപ്പൊ എനിക്ക് ഫ്രണ്ട് ഒരു ജംഗ്ഷനാണ്, അതായത് ടീ റോഡ് പോയ ജംഗ്ഷനാണ്. എനിക്ക് അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണം. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണ് പതിയെ ബ്രേക്ക് വെച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നു. രണ്ട് സൈഡിൽ ഇങ്ങനെ നോക്കുന്നു, ഞാൻ വണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കി അവിടെ നിർത്തുന്നു. കാരണം അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നതുകൊണ്ട്. എന്നിട്ട് വണ്ടി അവിടെ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് റൈറ്റോട്ട് പോകണ്ട, ഞാൻ ആ സൈഡിലേക്ക് തന്നെ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നില്ല, പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുകയാണ്. പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഇത് കണ്ടില്ലേ, എടുത്തോണ്ട് പോകും. നമ്മൾ ആ സൈഡിലോട്ട് വരുന്നു. സ്വല്പം നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചുള്ളൂ. ഒന്ന് വണ്ടി നേരെ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുന്നത്, ക്ലച്ചിൽ നിന്ന് മുഴുവൻ നിങ്ങൾ എടുക്കാവും. എന്നിട്ട് നമ്മുടെ സൈഡിൽ തന്നെയാണ് വണ്ടി, ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം സ്വല്പം ആക്സിലേറ്റർ കൊടുത്തു. എന്നിട്ട് ആക്സിലേറ്റർ എന്ന് മാറ്റുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് എന്ന് വിട്ട് ഗിയർ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആക്സിലേറ്റർ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഗിയർ മാറാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് നിങ്ങൾ ബലം പിടിക്കരുത്. ആക്സിലേറ്റർ സ്വല്പം കൊടുത്തു. എന്നിട്ട് ഞാൻ ആക്സിലേറ്റർ മാറ്റി ക്ലച്ച് ചവിട്ടി ഗിയർ സെക്കൻഡ് ഗിയർ കൊടുക്കണം. അപ്പൊ സൈഡ് ചേർത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയർ ഇടുക. അപ്പൊ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് കൃത്യമായിട്ട് എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 2-3 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. നമ്മള് ഒന്നാമത്തെ ഗിയറിൽ നിന്ന്, ഫസ്റ്റ് ഗിയറിൽ നിന്ന് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ട ഒരു പേപ്പറിന്റെ കനത്തിന്. കാരണം മുകളിൽ വരുന്ന വരെ നമ്മൾ ഒരു പേപ്പറിന്റെ കനത്തിലായിരിക്കണം. സെക്കൻഡ് ഗിയറിൽ നിന്ന് നിങ്ങൾ 2 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്പീഡിൽ കൂടുതൽ ഒരു 2 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്. ഒരു പേപ്പർ ആയി പോവുകയും ചെയ്യരുത്, 2 പേപ്പർ. കാരണം നമ്മൾ ഒരു ഗിയർ ഇട്ട് അടുത്ത ഗിയർ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം മുമ്പോട്ട് സ്പീഡ് കൂടുവാണ്. അപ്പം 2 പേപ്പറിൽ കൂടുതൽ ആകി പോകരുത്, ഒരു പേപ്പർ ആയി പോവുകയും ചെയ്യരുത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം ഞാൻ സെക്കൻഡ് ഗിയർ ഉണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള്
ഗിയർ നമ്മൾ ഒരു വണ്ടിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കാനാണ്, അതുപോലെ തന്നെ ആക്സിലേറ്റർ നമുക്ക് സ്പീഡ് കൂട്ടാനുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് നമുക്ക് നിർത്താനോ സ്ലോ ചെയ്യാനും ഒക്കെ ഉണ്ട്. ക്ലച്ച് നമുക്ക് എന്തിനൊക്കെയാണ്? നമുക്ക് വണ്ടി ന്യൂട്രാക്കാനുണ്ട്, അതുപോലെ തന്നെ ഗിയർ ഇടാനുണ്ട്. ചില വാഹനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്യാനും എന്ത് ചെയ്യണം? ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇടാനുണ്ട്, അതുപോലെ തന്നെ മൂവ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ സ്ലോ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നിർത്താനുണ്ട്. നമുക്ക് ഇന്നതിലാണ് ഇന്നത് കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ വണ്ടി നിർത്താൻ കഴിയാത്തത്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഇത്രയും വന്നു, ഞാൻ സെക്കൻഡ് ഗിയർ ഒരു ബിഗിനർ ഓടിക്കുന്ന രീതിയിൽ തന്നെ എങ്ങനെയാണ് ഓടിക്കേണ്ടത് അത് അതേ രീതിയിൽ തന്നെ. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറി എന്ത് ചെയ്യുക? നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും, കാരണം നമ്മുടെ കൈക്കും കാലിനും അത്രയും നമുക്ക് സ്പീഡിൽ കൊണ്ടുപോകാനുള്ള വഴക്കമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ ക്ലച്ച് ചവിട്ടി ചെറുതായിട്ടൊന്ന് ബ്രേക്കിൽ നിന്ന് സ്ലോ ചെയ്തു, ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് വീൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ക്ലച്ചിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. കാരണം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വണ്ടി ബാക്കിലെ വീലൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നിന്ന് പോകും. ഫ്രണ്ട് വീണ്ടും ഒരു ഹമ്പ്, ഞാൻ ക്ലച്ച് ചവിട്ടി, അപ്പൊ ക്ലച്ച് സ്പീഡ് കുറവാണ്, ഞാൻ ബ്രേക്ക് ചവിട്ടിയില്ല, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു. ഫ്രണ്ട് വീലിൽ നമ്മൾ ഒരു ഹമ്പ് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏത് ഗിയറിലാണെങ്കിലും, ഇപ്പൊ തേർഡ് ഗിയറിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ സ്ലോ ചെയ്ത് സെക്കൻഡ് ഗിയറിൽ വേണം നിങ്ങൾ ഒരു ഹമ്പിലൂടെ നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ ഹമ്പിന്റെ ഫ്രണ്ടിലായിട്ട് അതുപോലെ ഗട്ടറും ഒരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങാനും പാടില്ല. കാരണം ബാക്കിലൂടെ ആളുകളുണ്ടെങ്കിൽ വണ്ടി കിടന്ന് ആടുകയും ചെയ്യും, നമുക്ക് ചിലപ്പോൾ വണ്ടി ഓഫ് ആകാനും തെറിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവിടെ നമ്മൾ സ്ലോ ചെയ്ത് നിർത്തിയതിനു ശേഷം ഫസ്റ്റ് ഗിയറിൽ വേണം എന്ത് ചെയ്യാൻ? ആ കുഴികൾ ചാടി ഹമ്പ് കൃത്യമായിട്ട് ഇറങ്ങാം. അതല്ല നമ്മുടെ ഫ്രണ്ടിലെ ഹമ്പിന്റെ ഫ്രണ്ടിലായിട്ട് കുഴികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ചെയ്തിട്ട് ഫസ്റ്റിലത്തെ വീല് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു തുടങ്ങുക. എന്നാല് ബാക്കിലെ വീല് സ്മൂത്ത് ആയിട്ട് ആ ഹമ്പ് ചാടി ഇറങ്ങാൻ കഴിയത്തുള്ളൂ. ഇത് കണ്ടേ, അപ്പൊ നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ഇത് കണ്ടല്ലേ, ഫസ്റ്റിലും സെക്കൻഡിലും ഇട്ടത് ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ പോവുക. അപ്പൊ നമ്മുടെ സൈഡ് തന്നെയാണെങ്കിൽ ബാക്കിലെ വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട, അവർക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അവർ കയറി പൊക്കോളും. അല്ലാതെ നമ്മള് ബാക്കിലെ വണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പേടിക്കുക, അല്ലെങ്കിൽ റോഡ് ചെറുതാണല്ലോ, വണ്ടികൾ ഓപ്പോസിറ്റ് ഒരുപാട് വരുന്നുണ്ടല്ലോ, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ ഉള്ള കാരണത്താൽ നിങ്ങളുടെ വണ്ടിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ ഇത് കണ്ടില്ലേ, കണ്ട് ഇങ്ങനെ അങ്ങ് ഓടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫ്രണ്ടിലൊന്നും ഒന്നുമില്ല, നമുക്കൊരു ഗിയർ മാറണം, അപ്പൊ എന്റെ കൺട്രോളിലുണ്ട് വണ്ടി, അങ്ങനെയൊക്കെ ഉള്ളപ്പോ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക? ഗിയറിനെ പറ്റി ചിന്തിക്കാവൂ. അല്ലാതെ ഇന്ന ഗിയറിലാണല്ലോ ഓടിക്കുന്നത്, ഇന്ന ഗിയർ ഇട്ടാലേ ഡ്രൈവർ ആകുമെന്നൊന്നുമില്ല. കാരണം പലരും നമ്മളോട് പറയും 4 5 എന്ന് പറഞ്ഞ് നമ്മൾ ഇതാക്കുന്നതിലും നമുക്ക് കൈക്കും കാലിനും നമുക്ക് നിൽക്കാൻ ജീവനില്ലാത്ത ഒരാളെ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് ഓടിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? മറിഞ്ഞു വീഴും. അപ്പൊ നമുക്ക് അതുകൊണ്ട് പേടികളുണ്ടാകും. കാരണം ഒരു പ്രാവശ്യം മറിഞ്ഞു വീണ് കഴിയുമ്പോൾ ചോര വന്നു കഴിയുമ്പോൾ പിള്ളേർ പിന്നെ ആ വഴി കൂടെ പോവും. എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനം ഓടിക്കുന്ന തുടക്കക്കാരന് 5 4 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ കാലുകളോ കൈകളോ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അവരോട് ഇരുന്ന ആള് ദേഷ്യപ്പെടുകയും ചെയ്യും. ആ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവര് പാനിക്കാവും, പിന്നെ പേടി ഉണ്ടാകും. കാരണം ഞാൻ അഥവാ ചെന്ന് അന്നേരം പിന്നെ എന്നെ കൊണ്ടുപോയി ആ സമയത്ത് ഞാൻ ചവിട്ടിട്ട് നിന്നില്ല, ഇനിയിപ്പോ അതുപോലെ തന്നെ ഇനിയും സംഭവിക്കുമോ? കാരണം അങ്ങോട്ട് ചെല്ലുമ്പോൾ 4 ഇടാൻ പറയും, 5 ഇടാൻ പറയും. ആ സമയത്ത് എന്നെ ചവിട്ടിയാൽ നിന്നില്ലെങ്കിൽ എന്നെ വഴക്ക് പറയുക, പേടിച്ച്. അപ്പൊ അത് കാരണത്തിൽ പിന്നെ അവർക്ക് വണ്ടി ഓടിക്കാൻ തന്നെ പേടിക്കണം. പിന്നെ ആ വണ്ടി കാണുമ്പോൾ തന്നെ പേടിയുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കും കാലിനും ബാലൻസ് ആകുന്ന സമയത്തല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഗിയർ എല്ലാം നിങ്ങൾ ഇങ്ങനെ ഇടും. ഞാനിപ്പോ ഇത്രയും വന്നു, ഒരു 1/2 കിലോമീറ്ററോളം ഇപ്പൊ ഞാൻ ഈ സെക്കൻഡ് ഗിയർ തന്നെ ഓടാൻ തുടങ്ങി. ഞാനപ്പോ അതിൽ തന്നെ ഇങ്ങനെ ഓടിക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ 5 ഗിയറും വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ ഇട്ട് കാണിക്കാം. പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നത് പോലെ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ അത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഓടിക്കുന്ന ഒരു രീതിയിൽ തന്നെ ഇത് കണ്ടില്ല, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ വണ്ടി വരാൻ പറ്റി. ബാക്കിലെ വണ്ടികൾ വന്നു, അവർ ഓവർടേക്ക് ചെയ്ത് കയറി പോയി, നമുക്ക് പ്രശ്നങ്ങളില്ല. ഇപ്പൊ നമ്മൾ വണ്ടി ഇപ്പൊ 1 കിലോമീറ്ററോളം ഈ വണ്ടി എടുത്ത പിന്നെ 1.5 കിലോമീറ്ററോളം നമ്മളിപ്പോ ഓടി വന്നു. ഇത്രയുള്ള ഒരു വണ്ടി ഓടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ എനിക്കൊരു റൗണ്ടാനയാണ്. ഇത് കണ്ടില്ല, നിങ്ങൾ ആ റൗണ്ടാന നോക്കിയേ, എനിക്ക് ഇങ്ങനെ കറങ്ങിയാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ പോവുക. അപ്പൊ നമ്മള് സ്റ്റിയറിംഗ് എങ്ങനെയാണ് തിരിക്കേണ്ടത്? നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ടച്ചിങ്ങുകൾ മാത്രമേ ഉള്ളൂ. നമ്മളല്ലാതെ ഇങ്ങനെ വളവ് കണ്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യരുത്? നിങ്ങൾ തിരിക്കരുത്. കണ്ട, എനിക്ക് അപ്പൊ അങ്ങോട്ട് റൈറ്റോട്ട് പോകണം, ഞാൻ ഈ സൈഡ് തന്നെ കണ്ട ചെറിയ ടച്ചിങ്ങേ ഉള്ളൂ. കണ്ട, അപ്പൊ എനിക്ക് വീണ്ടും അവിടെ നിന്ന് ഒരു വഴിയുടെ വരുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം. ഞാൻ അങ്ങോട്ട് കയറിയില്ലെങ്കിൽ മാത്രം തിരിച്ചാൽ മതി. പക്ഷെ കയറി, അതുകൊണ്ട് എനിക്ക് തിരിക്കേണ്ടി വന്നില്ല. അങ്ങോട്ട് വന്നതിന് ശേഷം ചെയ്തു, ഞാൻ അത്ര നേരെയാക്കി കൊടുത്തു. വീണ്ടും നമുക്ക് ഇങ്ങോട്ട് അതോടെ ലെഫ്റ്റ് സൈഡ് എടുക്കും, ഞാൻ അങ്ങോട്ട് ടച്ച് ചെയ്ത് കൊടുക്കണ്ട. അപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഈ ഓടിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്സിലേറ്റർ പലർക്കും എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊന്നും പ്രത്യേകമായിട്ടൊരു ഐഡിയ ഇല്ല. നിങ്ങൾ
ആക്സിലേറ്ററിൽ ഫസ്റ്റ് ഗിയറിലാണെങ്കിലും സെക്കൻഡ് ഗിയറിലാണെങ്കിലും തേർഡ് ഗിയറിലാണെങ്കിലും ഏത് ഗിയറിലാണെങ്കിലും ആക്സിലേറ്ററിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ഒരു 3-4 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ കൊടുക്കരുത്. നമുക്ക് ഒരു രണ്ടാമത്തെ ഗിയറിലാണ് പോകുന്നത്, ഒരു 3-4 പേപ്പറിന്റെ കനത്തിലെ കാലിക്കുന്നുള്ളൂ. ആ സമയത്ത് വാഹനത്തിനുള്ളിൽ ഒരു സൗണ്ടാണ്. ഇപ്പൊ എന്റെ കാല് ആക്സിലേറ്ററിലാണ് ഇരിക്കുന്നത്, ഒരു 3-4 പേപ്പറിന്റെ കനമേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പം നമ്മുടെ വാഹനത്തിനുള്ളിൽ ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഗിയർ അടുത്തത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏത് ഗിയർ കിടക്കുന്നത്? സെക്കൻഡ്. അടുത്ത ഗിയർ എന്ന് പറഞ്ഞാൽ തേർഡ്. കണ്ടാ, ആ സൗണ്ട് കേൾക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയറിന് വേണ്ടിയാണ്. എന്ത് ചെയ്യണം? ആക്സിലേറ്റർ മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ഇട്ട് കൊടുത്തു. കണ്ടാ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ തേർഡ് ഗിയർ മുതൽ വണ്ടിയുടെ ആ ഒരു റണ്ണിങ്ങിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് കാലിടുക. അല്ലാതെ നിങ്ങൾ അവിടെ വെച്ചോണ്ടിരിക്കരുത്. കാരണം വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ നമുക്ക് നിരപ്പാകണമെന്നാകാം. എപ്പോഴും നമുക്കൊരു ഫ്രണ്ട് നിരപ്പ് തന്നെ ആണോന്നില്ല, സ്ലോപ്പ് ആകണമെന്നില്ല, കയറ്റമാകണമെന്നില്ല, റോഡുകൾ ചേഞ്ച് ഉണ്ടാകും. അപ്പൊ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഗിയർ മാറുന്ന സമയത്ത് നമ്മൾ ഒരിടത്തുനിന്ന് എങ്ങനെയാണോ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് അതേ രീതിയിൽ നമ്മൾ എല്ലായിടത്തും എടുക്കാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ സ്ലോയിൽ അങ്ങ് എടുത്തോണ്ട് നിന്നാൽ സംഭവിക്കും, ഒരു സ്ലോപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി മുന്നോട്ട് റണ്ണിങ് ആണ്. അപ്പൊ നമുക്ക് ആ റണ്ണിങ് ജീവൻ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വണ്ടിക്ക് സ്ലോ ആകുന്നതനുസരിച്ച് നമുക്ക് ആ ഗിയർ കിടക്കുമ്പോൾ ഇടിച്ചിടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്തിരുന്ന പതിയായി പോകരുത്. ആ റണ്ണിങ്ങിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലച്ചിൽ കാലം പെട്ടെന്ന് നിങ്ങൾ എടുക്കാനുമല്ല ഞാൻ പറയുന്നത്, സ്പീഡിൽ വായി പോകരുത്, എന്നാൽ സ്ലോയി വായി പോകരുത്. ആ വണ്ടിയുടെ റണ്ണിങ് അനുസരിച്ച് ക്ലച്ചിൽ കാലെടുക്കുക. എന്നിട്ട് ഇപ്പൊ തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലം അത് തന്നെയാണ്, ഒരു 3-4 പേപ്പറിന്റെ കാലത്തിലെ ആക്സിലേറ്റർ ഇരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ ഗിയർ ഇടാനാണ് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് വണ്ടി കൊണ്ട് പോവുക. അതേപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു 3-4 പേപ്പറിന്റെ കനത്തിൽ ആക്സിലേറ്റർ ഇരിക്കുക. നമുക്ക് അപ്പൊ ആക്സിലേറ്റർ ഇരിക്കുന്ന സമയത്ത് പിന്നെ വണ്ടിക്ക് സ്പീഡാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ചോണ്ടിരിക്കാനല്ല പറയുന്നത്. അപ്പൊ സ്ലോ ചെയ്യുക, ആക്സിലേറ്റർ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ റണ്ണിങ് നമുക്ക് കൃത്യമായിട്ട് നിലനിർത്താൻ കഴിയും. അപ്പൊ അതുപോലെ തന്നെ ആക്സിലേറ്റർ ഇരിക്കും 3-4 പേപ്പറിന്റെ കനത്തിൽ ഇരിക്കുന്ന സമയത്ത് സൗണ്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ഗിയർ മാറി കൊടുക്കുക. കേട്ടോ, 4 ഇട്ടു. അപ്പൊ നമ്മൾ ഈ 4 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ 3-4 പേപ്പറിന്റെ കനത്തിൽ ആക്സിലേറ്റർ ഇരിക്കുന്നുള്ളൂ. ആ സമയത്ത് ഒരു വൈബ്രേഷൻ ആ വണ്ടിക്കകത്തുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകില്ല, ഡൗൺ ആക്കണം. ഇപ്പൊ ഞാൻ ആ സ്ലോയിൽ തന്നെ പോയി ഇട്ടതായതുകൊണ്ട് വണ്ടിക്കകത്ത് ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നു, ആക്സിലേറ്റർ എന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി ഡൗൺ ആക്കി കൊടുത്തു, അതായത് തേർഡ് ആക്കി കൊടുത്തു. കണ്ടാ, ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു വാഹനത്തിന്റെ ആക്സിലേറ്റർ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് തിരിയണം, ഞാൻ ഇവിടുന്ന് തേർഡ് ഗിയറിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ തേർഡ് ഗിയർ നമുക്ക് തിരിയാൻ പാടില്ല. ഞാൻ ആക്സിലേറ്റർ എന്ന് മാറ്റുന്ന സമയത്ത് സ്പീഡ് ഒന്ന് കുറയ്ക്കണം, കാരണം ഗിയർ മാറണം. അതുകൊണ്ട് സ്ലോ നിന്ന് ബ്രേക്കിൽ സ്ലോ ചോദിച്ചു, ക്ലച്ചൂടെ ചവിട്ടി സെക്കൻഡ് ഗിയർ ആക്കി കൊടുത്തു. വണ്ടി നിൽക്കാതെ എന്നിട്ട് ലെഫ്റ്റിലോട്ട് നോക്കി അങ്ങോട്ട് നമുക്ക് കാണാം. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കാവൂ. ഞാൻ ക്ലച്ചിന്റെ പകുതിക്കാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ വീല് നേരെയായതിനു ശേഷം എന്ത് ചെയ്തത്, ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് സ്വല്പം ആക്സിലേറ്ററിൽ കാല് വെച്ചത്. ഇപ്പൊ പറഞ്ഞു വന്നേരം സാരം, നിങ്ങൾ ഒരു വണ്ടി ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് കൈയുടെ ആ കാലിന്റെ ബാലൻസ് വരാതെ നിങ്ങൾ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ നിങ്ങൾ തിരിയരുത്. നമ്മൾ സ്ലോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് ഗിയറിലാണെങ്കിൽ നമുക്ക് അഥവാ ഒരു വണ്ടി ഓപ്പോസിറ്റ് നിന്ന് വന്നാലും നിയന്ത്രിക്കാനോ പെട്ടെന്ന് നമുക്കൊരു വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ സ്ലോ ചെയ്യാനും എല്ലാം നമുക്ക് കഴിയും. അല്ലാതെ നമ്മൾ ഓടി വരുന്ന ഗിയറിൽ വന്ന ഒരു വണ്ടി പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടണോ ബ്രേക്ക് ചവിട്ടണോ എന്നറിയാതെ നമ്മൾ കാൽ എവിടെയോ ഇരുന്ന് വണ്ടി ചിലപ്പോൾ ഓഫായി പോകും. പിന്നെ ആ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളോട് പറഞ്ഞു തന്ന രീതിയിൽ ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. സ്റ്റാർട്ട് ചെയ്തിട്ടപ്പം നമ്മൾ മുന്നോട്ട് പിന്നെ എടുക്കാൻ നോക്കും. എന്ത് ചെയ്യും, വണ്ടി വീണ്ടും ഓഫ് ആയിക്കൊണ്ടിരിക്കും. കാരണം എന്താ, നമ്മൾ ആ വണ്ടി ഓഫായ വണ്ടി എങ്ങനെയും സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് എടുക്കാനേ നോക്കുകയുള്ളൂ. ഗിയർ മാറാൻ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ആ വണ്ടി ഓഫായി പോയത്, വണ്ടി എടുത്തപ്പം തേർഡ് ഗിയർ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നിന്ന വണ്ടി പിന്നെ എടുക്കുമ്പോൾ തേർഡ് ഗിയർ എടുത്ത സംഭവിക്കും, വീണ്ടും ഓഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പ്രത്യേകം നമുക്കൊരു സ്ലോയിലാണ് ആ വണ്ടി. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ സ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് തന്നെ നിന്നാൽ മാത്രം നമുക്ക് ഫസ്റ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ജീവൻ ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ പോവുകയും ചെയ്യാം. ഒന്ന് സ്ലോ ആക്കിയാൽ മതി. ആ സ്ലോ ആയി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ വണ്ടി കണ്ടാലും നമുക്ക് സ്ലോ ചെയ്ത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് നമുക്ക് ടേൺ ചെയ്ത് കറക്റ്റായിട്ട് പോകാനും കഴിയും. അല്ല നമ്മൾ എല്ലാ ഗിയറും പെട്ടെന്ന് 5 ഗിയർ ഇട്ടാൽ എന്ത് ചെയ്യുന്നില്ല, ഡ്രൈവർ ആകുന്നില്ല. അപ്പൊ നമ്മള് ഫസ്റ്റിലും സെക്കൻഡിലും കൃത്യമായിട്ട് നമ്മൾ 1ാമത്തെ ഗിയറിൽ എന്താണോ ചെയ്യുന്നത് അതേ ഉള്ളൂ ഇനി 5ാമത്തെ ഗിയറിലും ചെയ്യാനുള്ളത്. കാരണം 5ലേക്ക് വരും തോറും, കാരണം 1ാമത്തെ ഗിയറിൽ നമ്മുടെ കയ്യും കാലും ഇത് കുഞ്ഞു പിള്ളേരുടെ പാവയുടെ കാര്യം പറഞ്ഞ പോലാണ്, പതിയെ സ്ലോ ആണ്. അപ്പൊ നമുക്ക് അതേ രീതി തന്നെയാണ് ആ സ്പീഡ് വരുമ്പം 5ാമത്തെ ഗിയർ ഇടുന്നത്. അതേ രീതി തന്നെ ആ താളം എന്ത് ചെയ്യുന്ന കൈയും കാലും അതേ രീതി തന്നെ ഓടുന്നുള്ളൂ. അപ്പൊ അവിടെ സ്പീഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് കൈക്കും കാലും ആ സ്പീഡ് വരാതെ എന്ത് ചെയ്താൽ നമുക്ക് ഗിയർ ഇടാൻ കഴിയത്തില്ല. ഇപ്പൊ ഞാൻ വീണ്ടും സെക്കൻഡിൽ തന്നെ ഇങ്ങനെ പോകണം, എനിക്ക് വേണം തേർഡിൽ 5ാമത്തെ ഗിയർ വേണം ഈ വഴിയുടെ പോകാം. പക്ഷെ ഞാൻ ആ സെക്കൻഡിൽ തന്നെ പോകാനുള്ള കാരണം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ,
നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോവാം. എനിക്കിപ്പോ ഞാനൊന്ന് തേടിടണം, എന്ത് ചെയ്തു, ക്ലച്ച് ആസിഡൊന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി തേടാക്കി കൊടുത്തു. നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണ്. എനിക്കിപ്പം അവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പൊ റൈറ്റിലേക്ക് പോകേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീർത്ത് ലെഫ്റ്റ് ആയിട്ട് വേണമെന്നില്ല. ഇത്രയും വീതി ഉണ്ടെങ്കിൽ നമ്മൾ സെന്ററിലേക്ക് ആക്കാം. മിററിൽ നോക്കിയിട്ട് സെന്ററിലേക്ക് ആക്കുക. ഇൻഡിക്കേറ്റർ കൊടുക്കണം. കാരണം ബാക്കിലൊക്കെ വണ്ടി വരുന്നതൊക്കെ കാണത്തില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്ത് എടുക്കാതിരിക്കും നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്നവർക്ക് എല്ലാം കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ വന്നു എനിക്ക് രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി നിർത്തിയതിനു ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഗിയറിൽ എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ തേർഡ് ഗിയറിലാണ് വന്നിരിക്കുന്നത്. വണ്ടി ഇല്ലാതെ പെട്ടെന്ന് എടുത്ത സംഭവിക്കും, വണ്ടി ഓഫ് ആയി പോകും. ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തു. നമ്മളിപ്പോ അവിടെ നിർത്തി കഴിയുമ്പോഴത്തേന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറന്നു പോകാതെ ആദ്യമേ സ്റ്റഡി ആക്കി വെക്കുക. എന്നിട്ട് വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഞാൻ കണ്ട സ്വല്പം അങ്ങോട്ട് തിരിച്ചു. നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് സ്വല്പം മാത്രം ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ പലരും എന്ത് ചെയ്യും, ഒടിച്ചങ്ങ് വെക്കും. കേട്ടോ, ഒടിഞ്ഞു വന്നു, അത്രയും ഞാൻ തിരിച്ചു കൊണ്ടു. കേട്ടോ, വണ്ടി നേരെയായി. അല്ല നമ്മൾ ഈ പലരും എന്ത് ചെയ്യും, ഈ റൈറ്റിലേക്ക് പോകേണ്ട കൂടുതൽ അങ്ങ് ഒടിച്ചു വെക്കും, ലെഫ്റ്റിലേക്ക് പോകേണ്ടതോ സ്വല്പം മാത്രമേ ഒടിക്കത്തുള്ളൂ. കാരണം നമുക്ക് ലെഫ്റ്റിലേക്കാണ് കൂടുതലും ഒടിവ് വരുന്നത്, റൈറ്റിലേക്കാണെങ്കിൽ സ്വല്പമേ വരുന്നുള്ളൂ. ഞാൻ എനിക്ക് വീണ്ടും സെക്കൻഡ് കൊടുക്കണം. ഞാൻ 3-4 പേപ്പറിന്റെ കനവേ ഉള്ളൂ. ആ സമയത്ത് വണ്ടിക്ക് സൗണ്ട് വരുന്നുണ്ട്, കാരണം ഫസ്റ്റ് ഗിയറിലാണ്. അപ്പം ആക്സിലേറ്റർ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി സൈഡ് ചേർത്ത് സെക്കൻഡ് ഇട്ടു. ക്ലച്ചിൽ നിന്ന് ഞാൻ 2 പേപ്പറിന്റെ കനത്തിൽ കാലെടുത്തു. കണ്ടാ, കൃത്യമായിട്ട് തന്നെ വണ്ടി ഓഫ് ആകാതെ തന്നെ കൃത്യമായിട്ട് പോകുന്നു. എന്നിട്ട് എനിക്ക് അടുത്ത ഗിയർ കൊടുക്കണം. എന്ത് ചെയ്യണം, നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് വണ്ടി ഉറപ്പ് വരുത്തിയതിനു ശേഷം സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ ആക്സിലേറ്റർ സ്വല്പം കൂടെ ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം ആക്സിലേറ്ററിൽ നിന്ന് മാറ്റി ക്ലച്ച് നല്ലൊരു ചവിട്ടി ഉറപ്പ് വരുത്തി തേർഡ് ഗിയർ കൊടുത്തു. അപ്പൊ നിങ്ങള് ഗിയറുകൾ പലർക്കും തെറ്റാറുണ്ട്. സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടാനും അതുപോലെ തന്നെ തേർഡിൽ നിന്ന് സെക്കൻഡ് ആക്കാനും എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ് എവിടെയാണ്, തേർഡ് എവിടെയാണ്, ഫോർത്ത് എവിടെയാണ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. കാരണം പലരും എന്ത് ചെയ്യും, ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നോക്കി പ്രാക്ടീസ് ചെയ്യും. എന്നാൽ വണ്ടി ഓടിക്കുന്ന സമയത്തോ നമുക്ക് പലരും നമുക്ക് ഇതിനോട് കണ്ണു വരുത്തുമില്ല, അങ്ങോട്ട് നോക്കിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെപ്രാളം കാരണം എന്ത് ചെയ്യും, എങ്ങോട്ടാണ് ഏത് ഗിയർ ആണ് വിടേണ്ടതെന്നും എങ്ങോട്ട് കൈ മാറ്റണമെന്നും ഒരു ധാരണ ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വാഹനം വീട്ടിലുള്ള സമയത്ത് നമുക്ക് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൈക്കും കാലിനും വഴക്കം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഏതൊക്കെ, ഗിയറും ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും. സ്റ്റിയറിംഗേ ഉള്ളത് നമുക്ക് വണ്ടി ഓടിച്ചെന്ന് വഴക്കം. അല്ല, വണ്ടി നിർത്തിയ വണ്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് നമുക്ക് തിരിക്കാൻ. വണ്ടി പവർ സ്റ്റിയറിംഗ് വണ്ടി ഇടാറുണ്ട്, ഓഫായ വണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല സമയത്ത് നമുക്ക് ഇതിലെല്ലാം നമുക്ക് നിർത്തി തന്നെ നമുക്ക് ആ വഴക്കങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമ്മള് ഗിയറിൽ നേരെ ഫസ്റ്റ് എടുക്കുക, സെക്കൻഡ് എടുക്കുക, തേർഡ് എവിടെയാണ്, അതുപോലെ ഫോർത്ത് എവിടെയാണ്, ഫിഫ്ത്ത് എവിടെയാണ്, കൃത്യമായിട്ട് നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നല്ലൊരു ബാലൻസ് ഉണ്ടാക്കണം. ക്ലച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, അതേ രീതിയിൽ തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കാനും അതുപോലെ തന്നെ ചവിട്ടാനും നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു വഴക്കം കൃത്യമായിട്ടും ചെയ്തെടുക്കണം. ഇപ്പൊ തേർഡ് ഗിയറിലാണ് പോകുന്നത്, ഒരു ജംഗ്ഷനാണ്. ഞാനന്ന് ബ്രേക്കിൽ നിന്ന് സ്ലോ ചെയ്ത് സെക്കൻഡ് ഗിയർ ആദ്യമേ മുന്നമേ അങ്ങ് ഇട്ട് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ സ്ലോ ചെയ്യാനുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തേണ്ടതുണ്ടാകാം. ഇപ്പൊ ഈ സെക്കൻഡിലാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഈ സ്പീഡ് കുറവ് വണ്ടികളുണ്ടോ എന്ന് കാണാനും പറ്റും. അല്ലെ നമ്മൾ ആ സ്പീഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്തില്ല, ആ വണ്ടി പോകുന്നതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് തന്നെ നോക്കും. എന്നാൽ വേറെ പലയിടത്തൊന്നും വണ്ടികൾ വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ലോയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും വാഹനങ്ങൾ കാണുകയും ചെയ്യാം, നമ്മുടെ വണ്ടി ഓഫ് ആകത്തുമില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യാം, വണ്ടി ഇതുപോലെ ഓടിക്കാം. ഞാൻ ഇതേ രീതിയിൽ തെളിവ് സഹിതം, അതായത് വണ്ടി ഓടിച്ച് തന്നെ ഇത് കാണിച്ചു തരാനുള്ള കാരണം, ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് വണ്ടി ഓടിച്ച് ഇതേ രീതിയിൽ ഫസ്റ്റിലും സെക്കൻഡിലും. പിന്നെ പലർക്കും ഇതുപോലുള്ള വീടിന്റെ അവിടെ നടക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ റോഡുകളാണ്. ഇപ്പൊ ഇതുകൊണ്ടാണ് പേടി. അപ്പൊ നിങ്ങൾ ചെറിയ റോഡുകളിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിവതും ഫസ്റ്റ് ഗിയർ തന്നെ അല്ലെങ്കിൽ സെക്കൻഡിൽ നിങ്ങൾ കൂടുതൽ ഇടാനേ ശ്രമിക്കരുത്. കാരണം നമ്മൾ അവിടെ സെക്കൻഡിലൊക്കെ വരുമ്പോഴത്തേനെ നമുക്ക് ഈ വളവുകൾ കൂടുതൽ തിരിയുന്ന സമയത്ത്, അതായത് സ്റ്റിയറിംഗ് കൂടുതൽ തിരിക്കേണ്ട സമയത്ത് തന്നെ നമുക്ക് സ്പീഡ് കൂടുതലായിരിക്കും, ഓവർ സ്പീഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഗിയർ നമ്മൾ അധികം ഇടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം സെക്കൻഡിൽ തന്നെ നല്ല സ്പീഡ് ഉണ്ടാകും, കാരണം വളവുകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ വീല് തിരിഞ്ഞിരിക്കും തോറും വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കഴിവതും ഫസ്റ്റ് ഗിയർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചെറിയ റോഡുകളും വഴികളൊക്കെ ഉള്ള സമയത്തും നിങ്ങൾ പതിയെ എങ്ങനെ ഓടിച്ചാൽ മതി. നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ അവിടെ നിന്ന് ആലോചിക്കേണ്ടത് അവിടുത്തെ വളവിന് എന്തായിരിക്കും, ഒരു വണ്ടി ഉണ്ടോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിൽ ആ ചെറിയ റോഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 100 മീറ്റർ നമുക്ക് തന്നെ മനസ്സിലാക്കാം, ആ 1 മിനിറ്റ് മതി. പക്ഷെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് അങ്ങ് എടുക്കണം. ഈ ഒരു 5 മിനിറ്റും കൊണ്ട് മതി എനിക്ക് അവിടെ ചെന്നാൽ മതി. ആ ഒരു കണക്കായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് 2 മിനിറ്റ് ലാഭമായില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെ ചെയ്ത് വരുന്നതോറും നമുക്ക് ആ 1 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളെ ഇതുപോലെയുള്ള ചെറിയൊരു കട്ടറും കുഴികളും വാഹനങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ കഴിയുന്ന ഫസ്റ്റ് തന്നെ ആക്കിക്കൊണ്ട് സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുക,
ഇങ്ങനെ അങ്ങോട്ട് പോവുക. നമുക്ക് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോകാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സൈഡ് ചേർത്ത് അങ്ങ് നിർത്തി കൊടുക്കുക. ക്ലച്ചും ബ്രേക്കും അടിച്ച് അവിടെ നിർത്തി കൊടുത്തു. ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുന്നത്. അപ്പൊ അവർ ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവരങ്ങ് പോകും. അപ്പൊ അവർ അവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവരവിടെ സൈഡ് ഒതുക്കും. അല്ലാതെ അവർ വരികയില്ല കയറി. നിങ്ങളിപ്പോ അങ്ങോട്ട് പേടിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡ് ഇല്ലേ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു സൈഡ് ചേർത്ത് ആ വണ്ടി കാണുമ്പോഴേ, അല്ലാതെ അടുത്ത് വരുമ്പോഴല്ല, നിങ്ങൾക്ക് കാണാം എന്തായാലും മുന്നിൽ വണ്ടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സൈഡാണെന്ന് കൃത്യമായിട്ട് ആക്കിയതാണ് ഇതുപോലെ അങ്ങ് സൈഡ് ആക്കി അങ്ങ് നിർത്തി കൊടുക്കുക. അപ്പൊ അവരിങ്ങോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഗ്യാപ്പ് അവർ നോക്കുമ്പോൾ കാണും, അവർക്ക് ഗ്യാപ്പ് ഉണ്ടോ, കയറി പോരാനുള്ള ഗ്യാപ്പ് ഉണ്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് അവിടെ ഫ്രണ്ടിൽ അങ്ങ് ഒതുക്കും. അപ്പൊ നമുക്ക് എന്ത്, നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ പതിയെ എന്ത് ചെയ്താൽ മതി, എടുത്തോണ്ട് അങ്ങ് പോയാൽ മതി. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു വണ്ടി കണ്ടോണ്ട് വെപ്രാളം പിടിച്ചെന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വണ്ടിയിൽ നോക്കി ചുമ്മാ വെറുതെ സ്റ്റിയറിംഗും തിരിച്ച് ഗിയർ ഏതാണെന്ന് മനസ്സിലാക്കാതെ, ക്ലച്ചെന്ന് എങ്ങനെ കാണ്ടെടുക്കുന്നു മനസ്സിലാക്കാതെ എന്ത് ചെയ്ത് ഓടിക്കരുത്. പിന്നെ അതേപോലെ തന്നെ കഴിവതും നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീരെ ചെറിയ റോഡിൽ കൂടെ ആദ്യമേ എടുത്തോണ്ട് ഇങ്ങനെ ഓടിക്കാതെ, നിങ്ങൾ ഒരു ഗിയറുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാറാനുള്ള ഒരു വഴക്കം, കാലിന്റെ വഴക്കവും കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രാക്ടീസ് കിട്ടാൻ നിങ്ങൾ ഒരു വീതിയുള്ള റോഡുകളിൽ പോയി നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കാലിന്റെ കൈയുടെ വഴക്കം കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ആ ഒരു കാലിന്റെ വഴക്കവും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്കൊരു വണ്ടി എടുത്ത് ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോ യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.